ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ ധാരാളം നിയമനങ്ങൾ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. മറ്റൊന്നുമല്ലത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഒരു ഓപ്പറേറ്ററായി കയറുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അയാൾക്ക് എത്ര രൂപ ഇൻ ഹാൻഡ് സാലറി കിട്ടും, അതായത് അയാൾക്ക് മൊത്തം എത്ര രൂപ കിട്ടും, അതിന് എത്രയൊക്കെ ഡിഡക്ഷൻ ഉണ്ടാവും, ഇതെല്ലാം കഴിഞ്ഞ് എത്ര രൂപയാണ് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പരിഗണിക്കാൻ പോകുന്നത്. സർവീസ് അനുസരിച്ച് ഇതിന് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഒരു തുടക്കക്കാരൻ, ഒരു പ്രൊബേഷനായി കഴിഞ്ഞ ഒരു തുടക്കക്കാരൻ എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന നഗരങ്ങളിലും ഹിൽ ടോപ്പ് ഏരിയയിലും ഒക്കെ ആണെങ്കിൽ ഈ സാലറിക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അപ്രോക്സിമേറ്റ് മാത്രമാണ്, ഒരു ആക്യുറേറ്റ് സാലറിയാണ് നിങ്ങൾ കരുതരുത്. ഏതാണ്ട് ഇതിന് മുകളിൽ നിങ്ങൾക്ക് സാലറി കിട്ടും എന്ന് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സാലറി സ്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏണിങ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഏണിങ്സ് എന്ന് പറയുമ്പോൾ ബേസിക് പേ ആയിട്ടുള്ള, അതായത് നമ്മുടെ PSCയുടെ നോട്ടിഫിക്കേഷൻ പറയുന്ന സാലറി ആയിട്ടുള്ള 27,200 രൂപയാണ് ഇൻ ഹാൻഡ് കിട്ടുന്നത്. HRA ആയിട്ട് 1,200 രൂപയാണ്. ഇത് ആപേക്ഷികമായിട്ട് മാറും. കാരണം നഗരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നിലവാരം കൂടുകയും കുറയുകയും ചെയ്യും. ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഏതാണ്ട് 3-4 വെറൈറ്റി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സാലറി കിട്ടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ജോലി ചെയ്ത, അല്ലെങ്കിൽ എറണാകുളം നഗരത്തിൽ ഈ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി ആയിരിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നത്. HRAയിൽ അതിൽ വ്യത്യാസമുണ്ടാകും. അടുത്തത് DA ആണ്, 35%. അത് 9,520 രൂപ ഈ സാലറിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഇനിയും ഹിൽ ട്രാക്ക് അലവൻസ്. ഈ ഹിൽ ട്രാക്ട് അലവൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മലയോര ജില്ലകളായിട്ടുള്ള വയനാട്, അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കിഴക്കൻ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഇടുക്കി ജില്ല തുടങ്ങിയ കിഴക്കൻ ജില്ലകളിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ഒരു അലവൻസ് കിട്ടുന്നത്. എല്ലാ പ്രദേശത്തും ഇത് കിട്ടില്ല. അടുത്തതായിട്ട് റിസ്ക് അലവൻസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ്. അത് 160 രൂപയാണ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് 38,530 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും. ഓർക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 38,530 രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് വരുന്നത്. അപ്പം നല്ലൊരു എമൗണ്ട് ഓഫ് സാലറി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് കട്ട് ചെയ്യുന്നത്? കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പൈസ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു തുക മാറ്റി വെക്കുന്നു. സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് നമുക്കൊരു വലിയ തുക ലൈഫിൽ റിട്ടയർമെന്റ് സമയത്ത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു തുകയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ് നിങ്ങളുടെ ഒരു സേവിങ്സ് എന്ന് കണക്ക് കൂട്ടുക. ഇതിന്റെ പലിശയോട് കൂടിയാണ് കിട്ടുന്നത്. ഇവിടെ ആദ്യമായിട്ട് എന്തൊക്കെയാണ് കട്ടാവുന്നത്? ആദ്യമായിട്ട് സ്റ്റേഫ് ലൈഫ് ഇൻഷുറൻസിന് മന്ത്ലി 1,000 റുപ്പീസ് കട്ടാവും. ഇനി ഗ്രൂപ്പ് ഇൻഷുറൻസിന് 1,000 റുപ്പീസ് കട്ടാവും. NBS പെൻഷന് വേണ്ടി 3,400 രൂപ കട്ടാവും. ഇനി PF വേണ്ടി 2,000 രൂപ കട്ടാവും. ഇവയെല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 7,400 രൂപയാണ് കട്ടാവുന്നത്. ശേഷം നിങ്ങളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന നിങ്ങളുടെ ഇൻകം എത്രയാണ്? ഏതാണ്ട് നിങ്ങൾക്ക് 31,130 രൂപയായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും 30,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു തുക അത്ര നിസ്സാരമായ ഒരു തുകയല്ല. ഒരു സാധാരണഗതിയിൽ തുടക്കക്കാരന് കിട്ടാവുന്ന ഒരു നല്ല സാലറി തന്നെയാണ്. മാത്രമല്ല സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങളുടെ സാലറി ഓരോ മാസവും ഓരോ വർഷവും കൂടുകയേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് എക്സാമുകൾ പോലുള്ള അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ഒരു ജോലിയും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ആണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റ് എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആണ്. മാത്രമല്ല ഈ ഒരു സാലറിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കാൻ ഈ ഒരു പോസ്റ്റിന് കഴിയും. മാത്രമല്ല സാലറിയുടെ ബേസിക് സാലറി ഉയരുന്നതനുസരിച്ച് DAയിലും ആനുപാതികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും, HRAയിലും അതിന് ആനുപാതികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും. അത്തരത്തിലുള്ള ഇൻക്രീസ് ഒക്കെ ഉണ്ടാവും. ഒരു നല്ല ലൈഫ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഫഷനാണ് ഈ ഒരു ടെസ്റ്റ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റു തസ്തികകളിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഇതിന് അഡ്വൈസ് പോയതിൻ്റെ എണ്ണമാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. 580-ലധികം പോസ്റ്റുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഒരു ജനറൽ PSC എക്സാമിനേഷൻ LD പോലുള്ള പോസ്റ്റുകളിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ കണ്ടത്. അതേപോലെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് അഡ്വൈസ് പോകുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം അവസരങ്ങളുണ്ട്, നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇനിയും ഈ ഒരു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നമുക്കറിയാമല്ലോ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുത്ത് ഇപ്പോൾ തന്നെ പോകണം. കാരണം കേരള PSCയുടെ സ്ലോട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ലോട്ടിൽ ആദ്യത്തെ മാസം തന്നെ ഈ എക്സാമിനേഷൻ ഉണ്ടാകുമെന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ. അങ്ങനെ തയ്യാറെടുത്ത് നമുക്ക് അനായാസേന ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ സർക്കാർ ജോലിക്ക് നമുക്ക് കയറാൻ കഴിയും. അത് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.